ലാസ്റ്റ് ആയിട്ട് ഡീമാഗ്നറ്റൈസിങ്ങും ക്രോസ് മാഗ്നറ്റൈസിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത്. 2017 ജൂലൈ ഉള്ള പേപ്പറിൽ പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. A 4-pole wave-wound armature of a DC machine has 880 conductors and delivers 120 ampere. The brushes are displaced through 3 angular degrees from the geometrical axis. Calculate demagnetizing ampere turns per pole, cross magnetizing ampere turns per pole, and the additional field current for neutralizing demagnetization if the field winding has 11 turns per pole. അപ്പോൾ നമുക്ക് തന്ന ഡാറ്റാസ് ആദ്യം നോക്കാം. P equal to 4, Z equal to 880, തീറ്റ ഈക്വൽ ടു 3 ഡിഗ്രിയാണ്. കാരണം ജിയോമെട്രിക്കൽ ആക്സിസിൽ നിന്നുള്ള ആംഗുലാർ ഡിഗ്രി എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ മെക്കാനിക്കൽ ഡിഗ്രി തീറ്റ, ദറ്റ് ഈസ് 3 ഡിഗ്രി. ഇനി നമുക്കറിയേണ്ടത് ATD പെർ പോളാണ് ഫസ്റ്റ് കാണേണ്ടത് അല്ലേ, ഡീമാഗ്നറ്റൈസിങ് കാണാനുള്ള ഇക്വേഷൻ ZI തീറ്റ ബൈ 360 എന്നാണ്. അപ്പോൾ നമുക്ക് I അറിയില്ല. 2 പോസിബിലിറ്റി ഇല്ലേ, ഒന്നുകിൽ DC മെഷീൻ ഷണ്ട് ആവാം, സീരീസ് ആവാം. അപ്പോൾ അവിടെ സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഒരു സീരീസ് ആയിട്ടുള്ള ജനറേറ്ററിനെ കൺസിഡർ ചെയ്യാം. സീരീസ് ജനറേറ്റർ എടുക്കാനുള്ള റീസൺ പറയാം. കാരണം സീരീസ് ജനറേറ്ററിലാവുമ്പോൾ നമുക്ക് ILും IAയും സെയിം ആയിരിക്കും. പക്ഷേ ഷണ്ടാണെങ്കിൽ ISH കാണണമെങ്കിൽ RSH അറിയണം. അപ്പോൾ RSH ഒന്നും തന്നിട്ടില്ല, എന്നാൽ മാത്രമേ നമുക്ക് IA കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമുക്കിതൊരു സീരീസ് മെഷീനാണ് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ IL ഈക്വൽ ടു IA ഈക്വൽ ടു തന്ന 120 ആംപിയർ. ഇനി നമുക്ക് കറണ്ട് പെർ പാരലൽ പാത്ത് I ഈക്വൽ ടു, ഇത് വേവ് വൂണ്ട് മെഷീൻ ആയതുകൊണ്ട് എത്ര പാരലൽ പാത്ത് ഉണ്ടാവും, 2 പാരലൽ പാത്ത് ഉണ്ടാവും. അപ്പോൾ ഇത് 60 ആംപിയർ ആയിട്ട് ചേഞ്ച് ആവും. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 880 ഇൻറ്റു 60 ഇൻറ്റു 3/360. കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം. 440 എന്ന് കിട്ടും. ഡീമാഗ്നറ്റൈസിങ് ആംപിയർ ടേൺസ് പെർ പോൾ ആണ്, അപ്പോൾ അത് യൂണിറ്റ് ഉണ്ടാവില്ല. 440 ആണ് ആൻസർ. ഇനി നമുക്ക് സെക്കൻഡ് വൺ ക്രോസ് മാഗ്നറ്റൈസിങ് ആണ്. അപ്പോൾ ATC ബ പോൾ ഈക്വൽ ടു ZI ഇൻറ്റു 1/2P മൈനസ് തീറ്റ ബൈ 360. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 880 ഇൻറ്റു 60 ഓൾ ഇൻറ്റു 1/2 ഇൻറ്റു P 8 അല്ലേ, 4 പോളാണ്, മൈനസ് 3/360. എന്ന് കിട്ടും. 6160. അപ്പോൾ നമ്മൾ പാർട്ട് എയും ബിയും കണ്ടുപിടിച്ചു. ഇനി തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ അഡീഷണൽ നമ്പർ ഓഫ് ടേൺസ് എത്ര ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്പർ ഓഫ് എക്സ്ട്രാ ടേൺസ് ഈക്വൽ ടു ATD പെർ പോൾ ബൈ IA ആണ് സീരീസ് മെഷീൻ ആണെങ്കിൽ. അതാണ് നമുക്ക് 110 തന്നിരിക്കുന്നത്. 110 എക്സ്ട്രാ ആഡ് ചെയ്തു. ATD പെർ പോളാണ് നമുക്ക് അറിയാത്തത്. സോറി, അഡീഷണൽ ഫീൽഡ് കറണ്ട് ആണ് അറിയേണ്ടത് അല്ലേ, ISC ആണ് അറിയേണ്ടത്. IA ISC ഒക്കെ സെയിം ആണ്. ഓക്കെ, 110 ഈക്വൽ ടു 440 ആണ് ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ്. അപ്പോൾ അതിൽ നിന്ന് IA കണ്ടുപിടിക്കുക. IA ഈക്വൽ ടു 440/110. ആൻസർ 4 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ അഡീഷണൽ ആയിട്ട് 4 ആംപിയറും കൂടെ നമ്മൾ എന്ത് കൊടുക്കണം, ഈ മെഷീനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം, അതായത് 120യുടെ കൂടെ ഒരു 4 ആംപിയറും കൂടെ ആഡ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുക, ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പ്രോബ്ലം ആയിരുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോബ്ലമാണ്. ഇക്വേഷൻസ് നന്നായി ഓർത്തിരിക്കുക.